ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ കർത്തൃദിവസം കൂടെ സമ്മാനിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ആരാധനാ ചിന്തയോട് ചേർന്ന് 107 സങ്കീർത്തനത്തിൽ നിന്നുള്ള 4 വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ ആദ്യം ഒരു വാക്യം വായിക്കുന്നു. 8-ാം വാക്യം: അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇനി അതിൻ്റെ 15-ാം വാക്യം നോക്കിയേ. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇനി 2 വാക്യങ്ങൾ റെഫറൻസ് മാത്രം പറയാം. 21-ാം വാക്യം, അതുപോലെ 31-ാം വാക്യം. ഈ 4 വാക്യങ്ങളും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ വാക്യങ്ങളാണ്. അല്ലെങ്കിൽ വേറെ നിലയിൽ പറഞ്ഞാൽ ഒരു വാക്യം തന്നെ 4 പ്രാവശ്യം ഉദ്ധരിച്ചിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതെന്താ ഒരു വാക്യം തന്നെ 4 പ്രാവശ്യം ഉദ്ധരിച്ചത്? ആ വാക്യത്തിന് അത്രമാത്രം പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓർക്കുക, അവർ എന്ന് ഇവിടെ പറയുന്നത് അവൻ്റെ വിമുക്തന്മാർ. 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ എന്ന് നാം കാണുന്നു. അപ്പോൾ ഈ വിമുക്തന്മാരെന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ മുക്തി പ്രാപിച്ചവർ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിമുക്തന്മാരങ്ങനെ പറയട്ടെ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ മക്കൾ വിമുക്തന്മാരാണ്. ഫറവോൻ്റെ കയ്യിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു എന്നുള്ളതുകൊണ്ട് അവർ വിമുക്തന്മാരാണ്. പല നിലകളിൽ അവർ വിമുക്തന്മാരാണ്. പിന്നെ പ്രവാസത്തിൽ നിന്ന്, ബാബേൽ പ്രവാസത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. അങ്ങനെ പല നിലകളിൽ വിമുക്തന്മാരാണ്. എന്നാൽ ഈ വിമുക്തന്മാരുടെ ഗണത്തിൽ അവർ മാത്രമല്ല, നാമും പെടുന്നുണ്ട്. നാം വിമുക്തന്മാർ ദൈവ കൃപ ലഭിച്ചോർ പാരിൽ സന്തോഷാനന്ദിച്ചാർത്തിടട്ടെ, നമ്മളങ്ങനെ പാടാറുണ്ട്. അപ്പം നാം വിമുക്തന്മാരാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ വാക്യം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മോടുള്ള ബന്ധത്തിലും അത് ആപ്റ്റായിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇവിടെ ഈ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ യഹോവയെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ട് സ്തുതിക്കണം? അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്താണ് യഹോവയുടെ നന്മ? യഹോവയുടെ നന്മ എന്താണ്? ദൈവം നമുക്ക് ഭക്ഷണം തരുന്നു, വസ്ത്രം തരുന്നു, പാർപ്പിടം തരുന്നു. ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു. ഇങ്ങനെ അനേക നന്മകൾ ഓർക്കാനായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നന്മ ഏതാണ്? അവൻ തൻ്റെ രക്ഷ കൊണ്ട് നമ്മെ അലങ്കരിച്ചു എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നന്മ. അതിനേക്കാൾ വലിയൊരു നന്മയില്ല. അതിനെക്കുറിച്ചാണ് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പൗലോസ് പറയും. അതുപോലെ ദാവീദ് പറയുമ്പോൾ, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഇതൊക്കെ ആ ബന്ധത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഞാനൊന്ന് പറയട്ടെ, ദൈവം ആർക്കാ നന്മ ചെയ്യാത്തത്? ദൈവത്തിൻ്റെ പേര് തന്നെ നല്ലവനെന്നല്ലേ? യഹോവ നല്ലവനല്ലോ. അതെ, 1-ാം വാക്യം നോക്കിയേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുണ്ട്. അപ്പോൾ ദൈവം നല്ലവനാണെന്ന്, വല്ലഭനാണെന്ന്, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നല്ലവനായതുകൊണ്ട് നന്മ മാത്രമേ വരൂ എന്ന് നമുക്കറിയാം. യഹോവ എല്ലാവർക്കും നല്ലവനെന്ന് 145-ാം സങ്കീർത്തനത്തിലും നാം വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നല്ലവൻ്റെ കയ്യിൽ നിന്ന് നന്മയല്ലാതൊന്നും വരികയില്ല എന്നതുകൊണ്ട് നമുക്ക് ആ നല്ലവനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം.
ദൈവം ചെയ്ത നന്മ, ഏറ്റവും വലിയ നന്മ അവൻ നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തതാണ്. നിത്യമാം നരകത്തിന് യോഗ്യനായ എന്നെയും സ്വന്തം പുത്രനാക്കി തീർത്തത് എന്തൊരത്ഭുതം എന്ന് ഞാനൊരു പാട്ടിൽ എഴുതാനായിട്ടിടയായി. അതുകൊണ്ട് ആ നന്മയെ ചൊല്ലി നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആ നന്മയ്ക്ക് മുഖാന്തരമായി തീർന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാൽവറിയിലെ ക്രൂശ് അത് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ചുമട് ചുമന്ന ആ ക്രൂശിലെ യാഗത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ക്രൂശിലെ ത്യാഗത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ നാം വിടുവിക്കപ്പെട്ടു, വിമുക്തന്മാരായി തീർന്നു, നാം വീണ്ടെടുക്കപ്പെട്ടവരായി തീർന്നു, വിടുതൽ പ്രാപിച്ചു. ആ നന്ദി നമുക്ക് ദൈവത്തിന് അർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ ഈ പുതിയ ദിവസത്തിനായിട്ട് സ്തോത്രം. കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പിന്നെയും സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. നീ ഞങ്ങളോട് കാണിച്ച ആ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.